ഡിയർ സ്റ്റുഡൻസ് കൈസേ ഹോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ആ കുട്ടി സഫേദ് ഗുഡ് ഖാനെ കെ ലിയെ ബഹുത് ബേച്ചേന്ത വളരെ ആഗ്രഹിച്ചിരുന്നു. അവന് അതിനുവേണ്ടി കൊതിക്കുമ്പോൾ പിന്നെ നമ്മുടെ അമ്മയോട് എന്ത് ചെയ്തിരുന്നു, ക്യാഷ് ചോദിച്ചിരുന്നു. പക്ഷെ അമ്മയെ കയ്യിൽ ക്യാഷ് ഇല്ലായിരുന്നു അല്ലേ. അപ്പോഴാണ് അവർക്ക് പെട്ടെന്ന് ഈശ്വരനെ ഓർമ്മ വരുന്നത്. ഈശ്വരൻ പിന്നെ ഏത് ദിവസത്തിന് വേണ്ടിയിട്ടാണ്? ഇതുവരെയാണ് നമ്മൾ പറഞ്ഞത്. ശ്രദ്ധിക്കുക. ഉസ് ദിൻ ജബ് വഹ് സഫേദ് ഗുഡ് ഖാനെ കെ ലിയെ ബൈച്ചേന്ത, ആ ദിവസം എപ്പോഴാണോ അവന് സഫേദ് ഗുഡ് വൈറ്റ് ശർക്കര കഴിക്കാനുള്ള ബൈച്ചേന്ത അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. തബ് ഉസെ ഈശ്വറയാത് ആയ, അപ്പോൾ അവൻക്ക് ഈശ്വരനെ ഓർമ്മ വന്നു. ഉസ്നെ ഹുദ് കൊതിക്കാര, അപ്പോൾ അവൻ സ്വയം ശപിക്കുകയാണ്. എന്തിനാ ശപിക്കുന്നതിനാണ്? ഉസെ മാംസെ പൈസ മാഗക്കർ, അവൻ അമ്മയോട് പൈസ ചോദിച്ചിട്ട് മാംകോ ദുഃഖി നഹി കർണ ചാഹിയാത, അമ്മയെ ദുഃഖിപ്പിക്കേണ്ടി ഇല്ലായിരുന്നില്ല, അഥവാ ദുഃഖിപ്പിക്കാൻ പാടില്ലായിരുന്നില്ല. ഈശ്വർ കിസ്തേൻ കെലിയെ, പിന്നെ ഈശ്വരൻ ഏത് ദിവസത്തിന് വേണ്ടിയിട്ടാണ്? അപ്പം അമ്മയെ ദുഃഖിപ്പിച്ചതാണ് അവൻക്ക് എന്ത് ചെയ്തത്, വളരെയധികം സങ്കടം തോന്നിയത്. ബാക്കിയാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ईश्वर का ख्याल आते ही वह खुश हो गया. उसके अंदर एक विचित्र सा उत्साह आ गया, क्योंकि वह जानता था कि ईश्वर सबसे अधिक ताकतवर है. वह सब जगह है और सब कुछ कर सकता है. ऐसा कुछ भी नहीं जो वह न कर सके. तो क्या वह थोड़ा सा गुड नहीं दिला सकता? അപ്പം എന്താണ് പറയുന്നത് നോക്കൂ. ഈശ്വർ കാ ഖ്യാൽ ആത്തെ ഹി വഹ് ഖുഷ് ഹോ ഗയ. ഈശ്വർ കാ ഖ്യാൽ ആത്തെ ഹി വഹ് ഖുഷ് ഹോ ഗയ. ഈശ്വരൻ്റെ ആ ചിന്ത വന്നപ്പോൾ തന്നെ അവൻ എന്ത് ചെയ്തു, സന്തോഷവാനായി, ഹാപ്പിയായി. ഉസ്കെ അന്തർ ഏക് വിചിത്ര സാ ഉത്സാഹ ആ ഗയ, അവൻ്റെ ഉള്ളിൽ ഒരു വിചിത്രമായ ഉത്സാഹം വന്നു, ഒരു പ്രത്യേക ഉത്സാഹം തോന്നി അവൻക്ക്. ക്യോങ്കി, എന്തുകൊണ്ടെന്നാൽ വഹ് ജാത്താതാക്കി, അവൻക്ക് അറിയാമായിരുന്നു, ഈശ്വർ സബ്സെ അധിക താക്കത്വർ ഹെ, ഈശ്വരൻ വളരെയധികം പവർഫുള്ളാണെന്ന്. വളരെയധികം പവർഫുള്ളാണെന്ന് അവൻക്കറിയാം. താക്കത്വർ എന്ന് പറഞ്ഞാൽ പവർഫുൾ, വളരെ കഴിവുള്ളവനാണെന്ന് അവൻക്കറിയാമായിരുന്നു. വഹ് സബ് ജഗ ഹെ, അവൻ എല്ലാ സ്ഥലത്തുമുണ്ടെന്നും, അഥവാ ഈശ്വരൻ എല്ലാ സ്ഥലത്തുമുണ്ടെന്നും അവനക്കറിയാമായിരുന്നു. സബ് കുച്ച് കർ സക്ത ഹെ, എല്ലാം അവനെ കൊണ്ട് സാധിക്കുമെന്നും അവനക്കറിയാമായിരുന്നു. അഥവാ ദൈവത്തിനെ കൊണ്ട് എല്ലാം സാധിക്കുമെന്നും, ദൈവം പവർഫുൾ ആണെന്നും, സബ് ജഗ ഹെ, എല്ലാ സ്ഥലത്തുമുണ്ടെന്നും അവനക്കറിയാമായിരുന്നു. ഏസാ കുച്ച് ബി നഹി ജോ വഹ് ന കർ സക്തെ, ഇങ്ങനത്തെ ഒരു ചെറിയ കാര്യം അവനക്ക് സാധിക്കില്ലേ അല്ലേ? ഇങ്ങനത്തെ ഒരു ചെറിയ കാര്യം അവർക്ക് ചെയ്യാൻ സാധിക്കില്ല. തോക്യ എന്തെന്നാൽ എന്ത്, വഹ് തോടാസ ഗുഡ് നഹി ദിലാ സക്ത, അവന് ചെറിയൊരു ഗുഡ്, ഗുഡ്, ശർക്കര നൽകാൻ സാധിക്കില്ലേ? അപ്പം ഈശ്വരന് ഏത് ദിവസത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ അല്ലേ? അവൻ്റെ ഉള്ളിൽ ഈശ്വർക്ക് ഖ്യാലാത്തെ ഹി വഹു ഖുഷ് ഹോ ഗയ, ഈശ്വരൻ്റെ ചിന്ത വന്നപ്പോൾ തന്നെ അവനക്ക് സന്തോഷമായി. ഉസ്കെ അന്തർസ വിചിത്ര സ ഉത്സാഹ ആകയ, അവൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്തു, വിചിത്രമായ ഒരു ഉത്സാഹം വരികയാണ്. ക്യോങ്കി, എന്തുകൊണ്ടാണ് വഹ് ജാന്താതാക്കി, അവനക്കറിയാമായിരുന്നു, ഈശ്വർ സബ്സെ അധിക താക്കത്വർ ഹെ, ഈശ്വരൻ എന്താണ്, ഏറ്റവും അധികം പവർഫുൾ ആണെന്നും, വഹ് സബ് ജഗ ഹെ, അവൻ എല്ലാ സ്ഥലത്തുമുണ്ടെന്നും, സബ് കുച്ച് കർ സക്ത ഹെ, എല്ലാം അവനെ കൊണ്ട് സാധിക്കുമെന്നും, ഏസാ കുച്ച് ബി നഹി ജോ വഹ് ന കർ സക്ത, ഇങ്ങനത്തെ ഒരു ചെറിയ കാര്യം അവനക്ക് സാധിക്കില്ലേ? എങ്ങനത്തെ തോടാസ ഗുഡ് നഹി ദിലാ സക്ത, കുറച്ച് ഗുഡ് നൽകാൻ അവനക്ക് സാധിക്കില്ലേ? ഇതായിരുന്നു അവൻ്റെ ചിന്താഗതി അല്ലേ. ഉസെ ജോ കി ബച്പൻ സെ ഹി ഉസെ പൂജ കർത്ത ആ രഹാ ഹെ ഔർ ജിൻസെ കഭി കോയി ബുരാ काम नहीं किया, कभी चोरी नहीं की, किसी को सताया नहीं, उसने सोचा और इस भाव से भर उठा कि ईश्वर जरूर गुड देगा. എന്താ പറയുന്നത് നോക്കൂ.
അപ്പോൾ ഈശ്വരനെ കൊണ്ട് ഇത് ചെറിയൊരു ഗുഡ് നൽകാൻ സാധിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ ചിന്തിക്കുക, ഉസേ ജോ കി ബച്പൻ സേ ഹി ഉസേ പൂജ കർത്ത ആ രഹാ ഹെ. അവന് കുട്ടിക്കാലത്ത് തന്നെ അവനെ അഥവാ ഈശ്വരനെ പൂജിച്ചു കൊണ്ടുവരുന്ന ആളാണ്, പൂജിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ്. ഔർ ജിസ്നെ കബി കോയി ബുരാ നഹി കിയ, അവൻ ഒരിക്കൽ പോലും ബുരാ കാം നഹി കിയ, ചീത്ത ജോലി എന്ത് ചെയ്തിട്ടില്ല, ചീത്ത പ്രവൃത്തികൾ അവൻ ചെയ്തിട്ടില്ല. കബി ചോരി നഹി കി, അവന് കളവ് ചെയ്തിട്ടില്ല. കിസിക്കോ സതായ നഹി, ആരെയും ഉപദ്രവിച്ചിട്ടില്ല. സതാന എന്ന് പറഞ്ഞാൽ വേദനിപ്പിക്കുക, ഉപദ്രവിക്കുക, വേദനിപ്പിച്ചിട്ടില്ല. ഉസ്നെ സോച്ച, അവൻ ചിന്തിച്ചു. ഔർ ഇസ് ഭാവ് സെ ഭർ ഉടാക്കി ഈശ്വർ ജറൂർ ഉസെ ഗുഡ് ദേഗ. അവൻ ചിന്തിക്കുകയാണെന്ത്, ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത്, അവൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ല, അവനെ പിന്നെ അതുപോലെ തന്നെ കുട്ടിക്കാലത്ത് തന്നെ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കബി ചോരി നഹിക്ക്, ഒരിക്കലും കളവ് ചെയ്തിട്ടില്ല. അപ്പോൾ അവൻ ഉസ്നെ സോച്ച, അവൻ ചിന്തിച്ചു, ഇസ് ഭാവ് സെ ഭർ ഉടാക്കി ഈശ്വർ ജറൂർ ഉസെ ഗുഡ് ദേഗ. ഈ ഭാവത്തോടു കൂടി ഈ ഭാവം അവൻ്റെ മനസ്സിൽ വരികയാണ്, ഈ ചിന്ത അവൻ്റെ മനസ്സിൽ വരികയാണ്, ഈശ്വരൻ തീർച്ചയായും ജറൂർ തീർച്ചയായും ഉസെ ഗുഡ് ദേഗ, അവൻ എന്ത് ചെയ്യും, ശർക്കര നൽകുമെന്നുള്ള ഭാവം അവൻ്റെ മനസ്സിൽ നിറയാണ്. ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ, അപ്പം നിർബന്ധമായിട്ടും ഈശ്വരൻ എന്ത് ചെയ്യും, എനിക്ക് തീർച്ചയായിട്ടും എന്തു തരും, ശർക്കര തരുമെന്ന ഭാവം അവൻ്റെ മനസ്സിൽ ജനിക്കുകയാണ്. അപ്പോൾ എന്താ പറയുന്നത്, ഉസെ ജോ കി ബച്പൻ സേ ഹി ഉസെ പൂജ കർത്ത ആ രഹാ ഹെ. ഇതൊക്കെ ചിന്തിക്കാനുള്ള കാരണം എന്താ, കുട്ടിക്കാലത്ത് തന്നെ അവൻ എന്ത് ചെയ്യുന്നു, അവനെ അഥവാ ഈശ്വരനെ പൂജിച്ചു കൊണ്ടുവരുന്നു. ജിസ്നെ കബി കോയി ബുരാ കാം നഹി കിയ, അവൻ ഒരിക്കൽ പോലും ചീത്ത പ്രവർത്തികൾ ചെയ്തിട്ടില്ല. കബി ചോരി നഹി കി, ഒരിക്കലും എന്ത് കളവ് ചെയ്തിട്ടില്ല. കിസിക്കോ സതായ നഹി, ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ഉസ്നെ സോച്ച, അപ്പോൾ അവൻ ചിന്തിക്കുകയാണ്, ഈസ് ഭാവ് സെ ഭർ ഉടാക്കി ഈശ്വർ ജറൂർ ഉസെ ഗുഡ് ദേഗ, ഈശ്വരൻ അവനക്ക് തീർച്ചയായിട്ടും ശർക്കര നൽകുമെന്നുള്ള ഭാവം അവൻ്റെ മനസ്സിൽ എന്ത് ചെയ്യാണ്, വരികയാണ്. वह तेजी से उठा और घर के अकेले कोने में पूजा करना बैठ गया. तभी माम ने आवाज दी, बेटा पूजा से उठ के बाद बाजार से नमक ले आना. वह तेजी से उठा और घर के अकेले कोने में पूजा करने बैठ गया. तभी माम ने आवाज दी, बेटा पूजा से उठाने के बाद बाजार से नमक ले आना. എന്താ പറയുന്നത് നോക്കൂ, വഹ് തേസി സെ ഉഠ, അവൻ പെട്ടെന്ന് ഈ ചിന്ത വന്നപ്പോൾ അവൻ പെട്ടെന്ന് എണീറ്റു. ഔർ ഘർ കെ അകേലെ കോനെ മേ പൂജ കർണേ ബൈഠ് ഗയ, എന്നിട്ട് വീട്ടിൽ ഒറ്റക്ക്, അകേലെ എന്ന് പറഞ്ഞാൽ എലോൺ, ഒറ്റക്ക്, കോനേമേ ഒരു കോണിൽ പൂജ കർണേ ബൈഠ് ഗയ, പൂജയ്ക്ക് വേണ്ടിയിട്ട് ഇരുന്നു, പൂജ ചെയ്യാൻ വേണ്ടി ഇരുന്നു. തബി മാംനെ ആവാസ് ദി, അപ്പം അമ്മയുടെ ശബ്ദം കേട്ടു. അമ്മ ശബ്ദിച്ചുകൊണ്ട് പറയുകയാണ്, ബേട്ടാ മോനെ പൂജാ സ ഉടനേക്ക് ബാദ്, പൂജ കഴിഞ്ഞതിന് ശേഷം ബാസാർ സെ നമുക്ക് ലേ ആന, അങ്ങാടിയിൽ നിന്ന് നമുക്ക് കൊണ്ടുവരണം കേട്ടോ. എന്താ നമുക്ക്, നമുക്ക് എന്ന് പറഞ്ഞാൽ സോൾട്ട് കൊണ്ടുവരണം കേട്ടോ. അപ്പം എന്താ, അവൻ പെട്ടെന്ന് തന്നെ പൂജയ്ക്ക് വേണ്ടിയിട്ട് ഒറ്റക്കൊരു കോണിൽ പോയിട്ട് പൂജ ചെയ്യുകയാണ്, പൂജയ്ക്ക് വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് അമ്മയുടെ ശബ്ദം കേൾക്കുന്നത്. അമ്മയുടെ ശബ്ദം കേട്ടുന്നത്, ബേട്ടാ മോനെ പൂജാസെ ഉടനേക്ക് ബാദ്, പൂജ കഴിഞ്ഞതിന് ശേഷം അഥവാ പൂജയിൽ നിന്ന് എണീറ്റതിന് ശേഷം ബാസാർ സെ നമുക്ക് ലേ ആന, അങ്ങാടിയിൽ നിന്ന് എന്ത് കൊണ്ടുവരണം, സോൾട്ട് കൊണ്ടുവരണം എന്നുള്ള ഉസേലക്ക. അപ്പം അവനക്ക് തോന്നുകയാണ്, ईश्वर ने उसकी पुकार सुन ली है, वरना पूजा पर बैठते ही मामू से बाजार जाने को क्यों कहती. उसने ध्यान लगाकर पूजा की, फिर पैसे और झोला लेकर बाजार की ओर चल दिया. എന്താ പറയുന്നത്, उसे लगा जैसे ईश्वर ने उसकी पुकार सुन ली है, वरना पूजा पर बैठते ही मामू से बाजार जाने को क्यों कहती. उसने ध्यान लगाकर पूजा की, फिर पैसे और झोला लेकर बाजार की ओर चल दी.
ഉസെ ലഗ അവൻക്ക് തോന്നി എന്ത് ജയ്സെ എപ്രകാരം എന്നാൽ ഈശ്വരനെ ഉസ്കി പുകാർ സുൻ ലി ഹെ ഈശ്വരൻ അവൻ്റെ വിളി കേട്ടിട്ടുണ്ടെന്ന് അവനക്ക് തോന്നി. വർണ്ണ ഇല്ലെങ്കിൽ പൂജ പർ ബൈത്തെ ഹി പൂജയ്ക്ക് ഇരിക്കുമ്പോൾ തന്നെ മാമുസെ ബാസാർ ജാനൊക്കെ ക്യോം കാത്തി അമ്മ അവനോട് അങ്ങാടിയിൽ പോകാൻ വേണ്ടി എന്തിനാണ് പറയുക? എന്തിനാണ് അമ്മ അവനെ അങ്ങാടിയിൽ പോകുന്നതിന് വേണ്ടിയിട്ട് പറയുക എന്ന് പറഞ്ഞാൽ പൂജയ്ക്ക് ഇരിക്കുമ്പോൾ തന്നെ സാധാരണ പറയാറില്ല. ഇപ്പം എന്ത് ചെയ്യുന്നു പറയുന്നുണ്ട് അല്ലേ. ഉസ്നെ ധ്യാൻ ലഗാക്കർ പൂജാക്കി അവൻ ശ്രദ്ധയോടുകൂടെ പൂജ ചെയ്തു. ഫിർ പൈസ ജോല ലേക്കർ പിന്നെ പൈസയും അതുപോലെ ജോല ജോല എന്ന് പറഞ്ഞാൽ എന്താ ബാഗ് സഞ്ചിയും എടുത്തിട്ട് ബാസാർ കി ഓൾ ചൽ ദിയ അങ്ങാടിക്ക് നേരെ നടന്നു. ബാസാർ എന്ന് പറഞ്ഞാൽ ബാസാർ എന്ന് പറഞ്ഞാൽ അങ്ങാടിയിലേക്ക് നടന്നു. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നു? ഉസേ ലഗ അവനക്ക് തോന്നി ജയ്സെ ഈശ്വരനെ ഉസ്കി പുകാർ സുൻലി ഈശ്വരൻ അവൻ്റെ വിളി കേട്ടതായിട്ട് അവനക്ക് തോന്നുക. വർണ്ണ ഇല്ലെങ്കിൽ പൂജ പർ ബൈത്തെ ഹി പൂജയ്ക്ക് ഇരിക്കുമ്പോൾ തന്നെ മാമുസെ ബാസാർ ജാനേക്കോ ക്യോം കാത്തി അമ്മ അവനെ അങ്ങാടിയിൽ പോകാൻ എന്തുകൊണ്ട് പറയും അല്ലേ. സാധാരണ പറയാറില്ല, പക്ഷെ ഇപ്പോൾ എന്ത് ചെയ്തു പറഞ്ഞു. ഉസ്നെ ധ്യാൻ ലഗാക്കർ പൂജാക്കി അവൻ ശ്രദ്ധയോടുകൂടി പൂജ ചെയ്തു. ഫിർ പൈസ അവർ ഝോല ലേക്കർ പിന്നെ പൈസയും അതുപോലെ തന്നെ ബാഗും എടുത്തിട്ട് ബാസാർ കി ഓർ ചൽ ദിയ അങ്ങാടിയിലേക്ക് നടന്നു. घर से निकलते ही उसे खेत पार करने पड़ते थे. फिर गांव की गली जो ईंटों की बनी हुई थी. फिर बाजार की सड़क आती है. അപ്പോൾ ഗർസെ നിക്കൽത്തെ ഹി വീട്ടിൽ നിന്നാണ്ട് പുറപ്പെടുമ്പോൾ തന്നെ ഉസ് ഗേത്ത് പാർ കർണപ്പെടുത്തേ അവൻക്ക് ഫീൽഡ് മുറിച്ച് കടക്കേണ്ടിയിരുന്നു. വയൽ മുറിച്ച് കടന്നിട്ടാണ് പോകേണ്ടിയിരുന്നത്. ഫിർ പിന്നീട് എന്ത് ഗാവിക്കി ഗലി ഗ്രാമത്തിൻ്റെ തെരുവെത്തു. അതെങ്ങനെയാണ്? ജോ ഇൻടോം കി ബനി ഹുയി ഹെ അത് ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചതാണ്. ഇൻട എന്ന് പറഞ്ഞാൽ ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ആ തെരുവ്. ഫിർ ബാസാർ കി സടക്കാത്തിയെ പിന്നെയാണ് എന്ത് ചെയ്യുന്നത്? അങ്ങാടിയിലേക്കുള്ള വഴി എത്തുന്നത്. സടക്ക് എന്ന് പറഞ്ഞാൽ റോഡ് എത്തുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഗർസൻ നിക്കൽത്തെ ഹി ഉസെ ഖേത്ത് പാർ കർണ പടുത്താ ഹെ അവനക്ക് എന്ത് ചെയ്യുന്നു? ആ ഖേത്ത് വയൽ മുറിച്ച് കടക്കേണ്ടി വരുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? ഒക്കെ ഈണ്ടോക്ക് ഗലിയാത്തി ഹെ അല്ലേ, ഒരു ഇഷ്ടിക കൊണ്ടൊക്കെ നിർമ്മിച്ച ഇൻ്റർലോക്കൊക്കെ ചെയ്ത ഒരു തെരുവ് എത്തുന്നു. ഫിർ ബാസാർ കി സടക്ക് ആത്തി ഹെ പിന്നെയാണ് അവിടുന്ന് എന്ത് ചെയ്യുന്നത്? അങ്ങാടിയിലേക്കുള്ള റോഡ് വരുന്നത്. അപ്പോൾ അവനങ്ങനെ അങ്ങാടിയിലേക്ക് പുറപ്പെടുകയാണ്. ഉസ് സമയ शाम हो गई थी. सूरज डूब रहा था. वह खेतों में चला जा रहा था. आंखें आधी बंद किए ईश्वर पर ध्यान लगाए और संध्या का मंत्र को बार बार दोहराते हुए उसे याद नहीं उसने कितने देर में खेत पार किए. लेकिन जब वह गांव की ईंटों की गली में आया तब सूरज डूब चुका था और अंधेरा छाने लगा था. लोग अपने अपने घरों में थे. धुआं उड़ रहा था. चौराहे खामोश पड़े थे. नीम सर्दी के दिन थे. അപ്പോൾ എന്താ പറയുന്നത് നോക്കൂ. ഉസ് സമയ ഷാം ഹോ ഗയി തി ആ സമയം വൈകുന്നേരമായിരുന്നു. വൈകുന്നേര സമയത്താണ് ഈ ചിന്തകളും മറ്റുമൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ വൈകുന്നേര സമയമായിരുന്നു. സൂരജ് ടൂബ് രഹാദ സൂര്യൻ എന്ത് ചെയ്തിരുന്നു? മുങ്ങിയിരുന്നു എന്ന് പറഞ്ഞാൽ സൺസെറ്റായിരുന്നു. സൺസെറ്റ് ചെയ്തിരുന്നു, അഥവാ സൂര്യൻ അസ്തമിച്ചിരുന്നു. വഹ് ഗേത്തോമേ ചൽ രഹാദ അവൻ എന്ത് ചെയ്തു? ആ വയലുകളിലൂടെ നടന്നുകൊണ്ടിരുന്നു. എങ്ങനെ നടക്കുന്നത്? ആംഗേം ആദി ബന്ധിക്കിയെ കണ്ണുകൾ പകുതി അടച്ചുകൊണ്ട് എന്ത് ചെയ്തു? ആ വയലിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈശ്വർ പർ ധ്യാൻ ലഗായെ പിന്നെ അതും കണ്ണുകൾ പകുതി അടച്ചിട്ട് എന്താ? ഈശ്വരനെ ചിന്തിച്ചുകൊണ്ട്.
അവർ അതുപോലെ സന്ധ്യക്കെ മന്ത്രം കോ ബാർ ബാർ ദൊഹരാത്തെ ഹുയെ, സന്ധ്യയുടെ വൈകുന്നേരത്തെ മന്ത്രങ്ങൾ പല തവണകൾ ദൊഹരാത്തെ ഹുയെ, ഉരുവിട്ടുകൊണ്ട്. ദൊഹരാന എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഉരുവിട്, ഉരുവിട്ടുകൊണ്ടാണ് അവർ നടന്നു പോകുന്നത്. ഉസേ യാദ് നഹീം, അവൻക്ക് ഓർമ്മയില്ല. ഉസ്നെ കിത്തിനെ ദേർ മേ ഖേത്ത് പാർക്കിയേ ഹെ, അവൻ എത്ര നേരത്തിനുള്ളിലാണ് ഈ വയൽ മുറിച്ച് കടന്നത് എന്ന് അവൻക്ക് ഓർമ്മയില്ല. വയലിലൂടെ നടന്നത് എന്ന് അവൻക്ക് ഓർമ്മയില്ല. ലേക്കിൻ എന്നാൽ ജബ് വാഹ് ഗാവ് കി ഈണ്ടോം കി ഗലീമേ ആയ, എപ്പോഴാണോ അവൻ ഗ്രാമത്തിലെ ആ ഈണ്ടോം കി ഗലീമേ, ആ ഇഷ്ടികയാൽ നിർമ്മിച്ച ആ ഗ്രാമത്തിലെ ആ തെരുവിലെത്തിയത്, ഗലി എന്ന് പറഞ്ഞാൽ തെരുവ്, തെരുവിലെത്തിയത്, തബ് സൂരജ് ടൂബ് ചുക്കേത്, അപ്പോഴേക്കും സൂര്യൻ മുങ്ങിക്കഴിഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞിരുന്നു. അന്തേരെ ചാനല കഥ, ഇരുട്ട്, ഡാർക്ക്നെസ് വ്യാപിക്കാൻ തുടങ്ങിയിരുന്നു. ഡാർക്ക്നെസ് എന്ത് ചെയ്തു? വ്യാപിക്കാൻ, ഇരുട്ട് ഇങ്ങനെ വ്യാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. ലോക അപ്പിനെ അപ്പിനെ ഘരോമേധേ, ജനങ്ങൾ തങ്ങളുടെ വീടുകളിലായിരുന്നു. എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ട്. രാത്രിയാകൽ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും വീട്ടിലായിരുന്നു. ദ്വാം ഉഡ്രഹാദ, വീടുകളിൽ നിന്ന് അതാ ദ്വാം, പുക ഉയർന്നുകൊണ്ടിരിക്കുന്നു, അഥവാ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുന്നു. ചൗപ്പായ ഖാമോഷ് പടേത്, എന്താ ചൗപ്പായ എന്ന് പറഞ്ഞാൽ? ചൗപ്പായ എന്ന് പറഞ്ഞാൽ കന്നുകാലികൾ. കന്നുകാലികളൊക്കെ ഖാമോഷ് പടേത്, നിശബ്ദമായിരുന്നു. ആരും ശബ്ദങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. കന്നുകാലികൾ നിശബ്ദമായിരുന്നു. നീം സർദിക്ക് തിന്തേ, എല്ലുകോച്ചുന്ന തണുപ്പിൻ്റെ ദിവസമായിരുന്നു. നീം സർദി എന്ന് പറഞ്ഞാൽ മരം കോച്ച്, എല്ലുകോച്ച് എന്നൊക്കെ പറയില്ലേ നമ്മൾ. അത്യധികം തണുപ്പിൻ്റെ ദിവസമായിരുന്നു. അങ്ങനത്തെ ഒരു ദിവസത്തിലാണ് ഇവൻ പുറപ്പെട്ടത് അല്ലേ. അപ്പോൾ ഉസമയ ഷാം ഹോ ഗയി, ആ സമയം എന്ന് പറഞ്ഞാൽ വൈകുന്നേര സമയമായിരുന്നു. സൂരജ് ടൂബ് രഹാദ, സൂര്യൻ എന്ത് ചെയ്തിരുന്നു? അസ്തമിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ മുങ്ങാൻ തുടങ്ങിയിരിക്കണമെന്ന് അർത്ഥം. വഹ്ഗേത്തോം മേം ചൽ രഹാദ, അവൻ വയലിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആംഗേം ആദി ബന്ദ് കിയെ, എന്ത് കണ്ണുകൾ പകുതി അടച്ചുകൊണ്ട്. ഈശ്വർ പർ ധ്യാൻ ലഗായെ, ഈശ്വരനെ ചിന്തിച്ച്. സന്ധ്യാക്കെ മന്ത്രക്കോ ബാർ ബാർ ദോഹരാത്തെ, സന്ധ്യയുടെ മന്ത്രങ്ങൾ പലതവണകൾ ഉരുവിട്ടുകൊണ്ടാണ് നടക്കുന്നത്. ഉസയാദ് നഹീം, അവനക്ക് ഓർമ്മയില്ല. ഉസ്നെ കിത്തിനി ദേർ മേ ഖേത്ത് പാർക്കിയെ, അവൻ എത്ര നേരത്തിനുള്ളിലാണ് ആ വയല് ഫീൽഡ് മുറിച്ച് കടന്നത് എന്ന് അവനക്ക് ഓർമ്മയില്ല. ലേക്കിൻ എന്നാൽ ജബ് വഹ് ഗാവിക്കി ഈണ്ടോം കി ഗലീമെ ആയ, എപ്പോഴാണോ അവൻ ഗ്രാമത്തിലെ ആ ഇഷ്ടികയാൽ നിറയപ്പെട്ട ആ ഗലിയിലെത്തിയത്, അപ്പോൾ എന്ത് ചെയ്തു? ജബ് സൂരജ് ടൂബ് ചുക്കത, തബ് സൂരജ് ടൂബ് ചുക്കത, അപ്പോൾ സൂര്യൻ അസ്തമിച്ചിരുന്നു. അന്തേരെ ചാനല ഗത, ഇരുട്ട് വ്യാപിച്ചിരുന്നു. ലോഗ് അപ്പിനെ അപ്പിനെ ഗരോമേധെ, ജനങ്ങൾ തങ്ങളുടെ വീടുകളിൽ തന്നെയായിരുന്നു. പിന്നെ ദ്വാം ഉഡ്രഹാദ, പുക ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭക്ഷണം പാകം ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട്. ചൗപ്പായ ഖാമോഷ് പടയതെ, ചൗപ്പായകളൊക്കെ കന്നുകാലികളൊക്കെ നിശബ്ദമായിരുന്നു, സൈലന്റ് ആയിരുന്നു. നീം സർദിക്ക് ധിന്ത, എല്ലുകൊച്ചുന്ന തണുപ്പിൻ്റെ ദിവസമായിരുന്നു. ശ്രദ്ധിക്കൂ. ഉസ്നെ പൂരി ആങ്ക് खोलकर बाहर के कुछ भी देखने की कोशिश नहीं की. वह अपने भीतर देख रहा था, जहां गहरा अंधेरे में झिलमिला था प्रकाश था. ईश्वर का प्रकाश, और उस प्रकाश के आगे वह आंखें बंद किए मंत्र पाठ कर रहा था. എന്താ പറയുന്നത്? ഉസ്നെ പൂരി ആംഖേം കോൽക്കർ, അവൻ മുഴുവൻ കണ്ണുകളും എന്ത്? ആംഖേം കോൽക്കർ, മുഴുവൻ കണ്ണുകളും തുറന്നിട്ട്. ബാഹർ കാ കുച്ച് ബി ദേഖ്നെ കി കോശിഷ് നഹീ തി, പുറത്തുള്ള ഒന്നും കാണാൻ എന്ത് ചെയ്തില്ല? പ്രയത്നിച്ചില്ല. കോശിഷ് കാണാൻ എന്ന് പറഞ്ഞാൽ പ്രയത്നിക്കാം. ഒന്നും കാണാൻ പ്രയത്നിച്ചില്ല. അഥവാ മുഴുവൻ കണ്ണ് തുറന്നിട്ട് പുറത്തുള്ള കാര്യങ്ങൾ കാണാൻ എന്ത് ചെയ്തില്ല? അവൻ പ്രയത്നിച്ചില്ല. കണ്ണ് നമ്മൾ പറഞ്ഞല്ലോ പകുതി അടച്ചിട്ടാണെന്ന്. വഹ് അപ്പിനെ ഭീതർ ദേഗ്രഹാദ, അവൻ തൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. തൻ്റെ ഉള്ളിലേക്കാണ് അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തിനു ഉള്ളിൽ നോക്കുക? ജഹാം ഗഹരെ അന്തേരെ മേ ജിൽമില്ലാത്ത പ്രകാശ, ആ ഉള്ളിൽ, മനസ്സിൻ്റെ ഉള്ളിൽ, ആ ആഴത്തിലുള്ള ആ ഇരുട്ടിൽ, ഒരാൾക്കൊരു ഇരുട്ടാണ് മനസ്സിൻ്റെ ഉള്ളിലുള്ളത്. ആ ഇരുട്ടിൽ ജിൽമില്ലാത്ത പ്രകാശ, മിന്നിത്തിളങ്ങുന്ന പ്രകാശമുണ്ടായിരുന്നു. അവൻ്റെ മനസ്സിൽ കുരാകുരു ഇരുട്ടാണ്, പക്ഷെ ആ മനസ്സിൽ എന്തോ മിന്നിത്തിളങ്ങുന്ന ഒരു പ്രകാശമുണ്ടായിരുന്നു. അതെന്ത് പ്രകാശമായിരുന്നു? ഈശ്വർ കാ പ്രകാശ്,
ഈശ്വരന്റെ പ്രകാശമായിരുന്നു അത്. ഔർ ഉസ് പ്രകാശ് കെ ആകെ, ആ പ്രകാശത്തിന്റെ മുമ്പിൽ, ആ മനസ്സിന്റെ ഉള്ളിലുള്ള പ്രകാശത്തിന്റെ മുമ്പിൽ എന്ത് ചെയ്തു? വഹ് ആങ്കേം ബന്ദ് കിയെ, അവൻ കണ്ണുകൾ അടച്ചിട്ട് മന്ത്രപാട് കർ രഹാ താ, മന്ത്രം ജപിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം മന്ത്രം ജപിച്ചുകൊണ്ട് കണ്ണുകൾ പൂർണ്ണമായി തുറക്കാതെ ഈശ്വരന്റെ പ്രകാശം മനസ്സിൽ ഏന്തിക്കൊണ്ട് ആ കുട്ടി എന്ത് ചെയ്യാണ്? മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അചാനക്, പെട്ടെന്നതാ എന്തോ സംഭവിക്കുകയാണ്. अचानक उसे अजान की आवाज सुनाई थी. गांव के सिरे पर एक छोटी सी मस्जिद थी. उसने थोड़ी सी आंखें खोलकर देखा. अंधेरा काफी गाढ़ा हो गया था. मस्जिद के एक कमरे बराबर दलान में लोग नमाज के लिए इकट्ठे होने लगे थे. उसके भीतर एक लहर सी आई. उसके पैर टिढ़क गए, आंखें पूरी बंद हो गई. वह मन ही मन कह उठा, ईश्वर यदि तुम हो और मैंने सच्चे मन से तुम्हारी पूजा की है तो मुझे पैसा दो, यही इस वक्त. അചാനക്, പെട്ടെന്നാണ് ഇങ്ങനെ കണ്ണുകൾ അടച്ചുകൊണ്ട് അവൻ്റെ മനസ്സിൽ ഈശ്വരൻ്റെ പ്രകാശമുണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. പെട്ടെന്ന് ഉസെ അസാൻ കി ആവാസ് സുനായി ഥി, അവൻക്ക് ബാങ്കിന്റെ ധ്വനികൾ കേൾക്കുകയാണ്, ബാങ്കിന്റെ ശബ്ദം കേൾക്കുന്നു. ഗാവ് കെ സിരെ പർ, ഗ്രാമത്തിന്റെ അറ്റത്ത് ഏക്ക് ചോട്ടീസി മസ്ജിദ് ഥി, ഒരു ചെറിയ മസ്ജിദ് ഉണ്ടായിരുന്നു, ചെറിയൊരു പള്ളി ഉണ്ടായിരുന്നു. ഉസ്നെ തോടീസി ആംഗ്യം കൊൽക്കർദേക്ക, ഈ ബാങ്കിന്റെ ശബ്ദം കേട്ടപ്പോൾ അവൻ എന്ത് ചെയ്തു? അല്പം കണ്ണുകൾ തുറന്നൊന്ന് നോക്കി. അന്തേരെ കാഫി ഘടാ ഹോഗയത, ഇരുട്ടങ്ങ് വ്യാപിച്ചിരുന്നു, അഥവാ രാത്രിയായി തുടങ്ങിയിരുന്നു. മസ്ജിദ് കെ ഏക്ക് കമരയ്ക്ക് ബരാബർ ദലാൻമേ, മസ്ജിദിന്റെ ഒരു റൂമിനെ പോലെ തോന്നിക്കുന്ന ദലാൻ എന്ന് പറഞ്ഞാൽ എന്താ? വരാന്ത. വരാന്തയിൽ ലോക് നമാസ് കെ ലിയെ ഇക്കട്ടെ ഹോനെ ലഗേ ഥേ, ജനങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി, നമാസ് എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന് വേണ്ടി ഇക്കട്ടെ ഹോനെ ലഗേ ഥേ, എന്ത് ചെയ്തിരുന്നു? ഒരുമിച്ച് കൂടിയിരുന്നു. ഇക്കട്ടാക്കർണ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടുക. ഉസ്കെ ഭീതറേക്ക് ലഹർസിയായി, അപ്പൊ അവന്റെ ഉള്ളിൽ ഒരു തിരമാല വന്നു. അവന്റെ ഉള്ളിൽ എന്തോ ഒരു തിരമാല അനുഭവപ്പെടുകയാണ്. ഉസ്കെ പൈട്ടിടക്കെ, അവന്റെ കാലുകൾ അവിടെ നിന്നു. പെട്ടെന്ന് അവിടെ നിൽക്കുകയാണ്. തിടക്ക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിൽക്കുക, അവിടെ നിൽക്കുകയാണ്. ആങ്കെ പൂരി ബന്ദ് ഹോഗൈ, കണ്ണുകൾ മുഴുവൻ അടഞ്ഞു. വഹ് മൻ ഹി മൻ കഹൂട, അവൻ മനസ്സിൽ പറഞ്ഞു, ഈശ്വർ, ദൈവമേ, യദി തും ഹോ, നീയുണ്ടെങ്കിൽ, മേനെ സച്ചേ മനസ്സെ തുമാരി പൂജ കി ഹേ, ഞാൻ സത്യസന്ധമായ മനസ്സോട് കൂടിയിട്ടാണ് നിന്നെ പൂജിച്ചെങ്കിൽ, മുझे പൈസ ദോ, എനിക്ക് പൈസ തരണം. യഹി ഇസി വക്ത്, അതും ഈ സമയത്ത് തന്നെ എനിക്ക് എന്ത് ചെയ്യണം? ക്യാഷ് കിട്ടണം. ആരോട് പറയാണ്? ഈശ്വരനോട്. അപ്പം എന്താണ്? പെട്ടെന്ന് അവൻക്ക് അസാൻ കി ആവാസ് സുനായി ദി, എന്ത്? ബാങ്കിൻ്റെ ധ്വനികൾ കേൾക്കുകയാണ്. ഗാവിക്കെ സിരേപ്പാർ ഏക്ക് ചോട്ടീസി മസ്ജിദ് ദി, ഗ്രാമത്തിൻ്റെ അറ്റത്ത് ഒരു ചെറിയ മസ്ജിദ് ഉണ്ടായിരുന്നു, ഒരു പള്ളി ഉണ്ടായിരുന്നു. ഉസ്നെ തോടീസി ആംഗ്യം കൊൽക്കർദേക്ക, ഈ അസാൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവൻ അല്പം കണ്ണുകൾ തുറന്നു നോക്കി. അന്തേരെ കാഫി ഘാട ഹോഗേത, ഇരുട്ട് എന്ത് ചെയ്തിരുന്നു? വ്യാപിച്ചിരുന്നു. മസ്ജിദ് കെ ഏക്ക് കമരെ കെ ബരാബർ ദലാൻമേ, അപ്പം മസ്ജിദിൻ്റെ ഒരു റൂം, ആ റൂം എങ്ങനെയാണ്? ഒരു ഹാളിനെ പോലെയാണ്. ആ ഹാളിൽ ലോക് നമാസ് കെ ലിയെ ഇക്കട്ടെ ഹോനെ ലഗേ ഥേ, ജനങ്ങൾ എന്ത് ചെയ്തു? നമാസ് കെ ലിയെ, എന്ത്? നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടിയിരുന്നു. ഉസ്കെ ഭീതറേക്ക് ലഹർസി ആയി, അപ്പം അവൻ്റെ ഉള്ളിൽ എന്തോ ഒരു തോന്നൽ, ഒരു തിരമാല വരികയാണ്. ഉസ്കെ പയർത്തെടുക്കുകയ, അവൻ്റെ കാലുകൾ അവിടെ നിന്നു എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്ന ആൾ അവിടെ പെട്ടെന്ന് നിൽക്കുകയാണ്. ആംഗേം പൂരെ ബന്ദ് ഹോഗൈ, കണ്ണുകൾ പൂർണ്ണമായി അടഞ്ഞു. വഹ് മൻ ഹി മൻ കഹു ഉട, അവൻ മനസ്സിൽ പറഞ്ഞു, ഈശ്വർ യദി തും ഹോ, ഈശ്വര, നീയുണ്ടെങ്കിൽ, മേനെ സച്ചേ മനസ്സെ തുമാരി പൂജ കി ഹേ, ഞാൻ സത്യസന്ധമായ മനസ്സോട് കൂടിയിട്ടാണ് നിന്നെ പൂജിച്ചതെങ്കിൽ, മുझे പൈസ ദോ, ഇപ്പം തന്നെ എനിക്ക് പൈസ കിട്ടണം. യഹി ഇസ് വക്ത്, ഈ സമയത്ത് തന്നെ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? വെള്ള ശർക്കര വാങ്ങിക്കുക.
അല്ലേ? അപ്പോൾ അവന് ഈശ്വരൻ ക്യാഷ് നൽകുമോ? അല്ലെങ്കിൽ അവൻ ശർക്കര കിട്ടാതെ നിരാശയോടുകൂടി തിരിച്ചു പോരുമോ എന്നൊക്കെ അറിയാൻ നെക്സ്റ്റ് ക്ലാസ് വരെ കാത്തിരിക്കുക. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ബൈ.